ഖൈറുണ്ട് ഹബീബ് റസൂലുള്ളാഹി എന്നതുപോലെ വഅൻദാരിൽ ഖുർആൻ ഖുർആൻ പഠിച്ച ഒരു ആലിം ഒരു മുതഅല്ലിം ഒരു ഹാഫിദ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരെ മുഴുവനും ആഖിറത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. എന്തിനെ കൊണ്ടേരി പറഞ്ഞു ഈ ഹാഫിദ് ഈ ഒരു ഹാഫിദ് ഒരു മുതഅല്ലിം ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ ചെന്നാൽ അവിടെ 1000 10,000 ലക്ഷക്കണക്കിന് ഖബറാനുകളുള്ള ഒരു ഖബർസ്ഥാനിലേക്ക് ഈ പൊന്നുമോൻ ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബി സ്വന്തം ബാപ്പാനോട് സലാം പറയാനായി മോൻ പോയത്. 1000 ലക്ഷക്കണക്കിന് ആളുകൾ അന്തിറങ്ങുന്ന ഖബർസ്ഥാനിലേക്ക് ഈ ഒരു മുതഅല്ലിം പോയി ഒരു ഹാഫിദ് പോയി എന്തിന് സ്വന്തം ബാപ്പാനോട് അസ്സലാമു അലൈക യാ അബി എന്ന് പറയാം. പക്ഷേ സ്വന്തം ബാപ്പയോടാണ് ആ പൊന്നുമോൻ പറഞ്ഞതെങ്കിലും അവിടെയുള്ള ആയിരക്കണക്കായ ഖബറാനുകൾ അദാബുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇവരെ ഹാഫിദിന്റെ മുതഅല്ലിമിന്റെ ബറകത്ത് കൊണ്ട് ഖബറാനുകളുടെ ശിക്ഷ നിർത്തിവെക്കാൻ അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഹമലത്തുൽ ഖുർആനി വറസാബുൽ ജന്ന ഖുർആനിന്റെ വാഹകർ ഖുർആൻ പഠിച്ചവർ ഖുർആൻ മനഃപാഠമാക്കിയവരെ വറസാബുൽ ജന്ന നാളെ സ്വർഗീയ ആളുകളുടെ നേതാക്കന്മാരാണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞോളൂ. മുഹമ്മദ് മുസ്തഫ ഹമലത്തുൽ ഖുർആനി വറസാബുൽ ജന്ന ഖുർആനിന്റെ വാഹകർ ഖുർആൻ പഠിച്ചവർ ഖുർആൻ മനസ്സിൽ കൊണ്ടുനടക്കുന്നവർ വറസാബുൽ ജന്ന സ്വർഗ്ഗക്കാരുടെ നേതാക്കന്മാരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പറയാനുണ്ട്. ഞാൻ നിർത്തിയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൽ കഴിവിന്റെ പരമാവധി സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ മക്കൾ ഹിഫ്ളും മറന്നു പോവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഖുർആനും ഹദീസും തഫ്സീറും ഒക്കെയായി ഇൽമിന്റെ മേഖലയിൽ ദർസിയിലെത്തി മക്കളെ നിലനിർത്തുക എന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് വെറും ഒരു ഹിഫ്ള് കോളേജ് മാത്രമല്ല, ഇവിടെ ദർസ് സംവിധാനമുണ്ട്. ഹിഫ്ളിന് കഴിയാത്ത മക്കളുണ്ടെങ്കിൽ ഹിഫ്ള് പഠിക്കാൻ കഴിയാത്ത മക്കളുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാഹന സൗകര്യങ്ങളോടുകൂടെ ഭക്ഷണ സൗകര്യങ്ങളോടുകൂടെ ഒരു പൈസ പോലും നമ്മൾ ഫീസ് നിർബന്ധിച്ച് വാങ്ങാത്ത രീതിയിൽ കുട്ടികൾക്ക് ദർസ് പഠിക്കാനും ഹിഫ്ള് പഠിക്കാനുമുള്ള സൗകര്യം ഈ സ്ഥാപനത്തിലുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അറിവിലുള്ള ആളുകൾ ഉസ്താദ് നേരത്തെ ആഫിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇൽമ പഠിക്കുന്ന ഹിഫ്ള് പഠിക്കുന്ന ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾ കാരണം ഏതെങ്കിലും ഒരു പൊന്നമോനെത്തിപ്പെട്ടാൽ സഹല്ലാഹു ലഹു തരീഖൻ ജന്ന ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴി അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ചെറിയൊരു അനുമോദന ചടങ്ങാണ്. വലിയ അനുമോദന ചടങ്ങ്. അവർക്ക് സ്ഥാനവസ്ത്രവും അതുപോലെ തന്നെ സനദ് ദാനവും നടക്കുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി കോയ തങ്ങളുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മാസങ്ങൾക്ക് ശേഷം വിപുലമായ ഒരു പരിപാടിയായിരിക്കും. അപ്പോ ആ ഒരു പരിപാടിയിൽ നമുക്ക് നമ്മുടെ മക്കൾ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം മക്കളെ ഈ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും പറ്റുമോ അതിനൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടക്കലുള്ള മീതികുട്ടി ഹാജി അമീന്റെ ഒപ്പം അടക്കമുള്ള ആളുകൾ അവരുടെയൊക്കെ നിരന്തരമായ പരിശ്രമം കൊണ്ട് പല ആളുകളും ഈ മക്കളെ സഹായിക്കാനും സ്ഥാപനത്തെ സഹായിക്കാനും മുന്നോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വർഷത്തിൽ 2-3 ആടുകളെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മക്കൾക്കും ഉസ്താദുമാർക്കും ഇനി പാൽച്ചായക്ക് പുറമെ ആഴ്ചയിൽ 1-2 ദിവസം പാലും കോഴിമുട്ടയും കൊടുക്കണം. ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുള്ള ആഗ്രഹം പോലെ പറഞ്ഞു. നിങ്ങളൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് കോളേജിന്റെ വാർഷിക പരിപാടി വരുമ്പോ ഒരു മൃഗത്തെ നിങ്ങൾക്ക് ഇതിലേക്ക് നേർച്ചയാക്കാനോ സഹായിക്കാനോ കഴിയുമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പശു ഒരു 35,000-40,000 രൂപ മുടക്കി ആരെങ്കിലും ഒക്കെ ഒരു പശുവിനെ വാങ്ങിത്തരാൻ നീയാൽ അതാണോ അവർക്ക് താല്പര്യം, അതാണോ അവർക്ക് സ്ഥാപനത്തെ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സഹായം ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ സോളാർ സംവിധാനം, അതേപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള പള്ളി മുകളിലേക്ക് എടുക്കാൻ ആവശ്യമായ മുഴുവൻ സിമന്റും ഒരു കുടുംബം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടണം. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വിഷയം
ആത്മീയമായി അള്ളാഹുവിന്റെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക്, അതേപോലെ തന്നെ പള്ളിയുടെ ആവശ്യത്തിലേക്ക്, നമ്മുടെ സ്ഥലം വാങ്ങുന്നതിലേക്കൊക്കെ സഹായിക്കാൻ കഴിവുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ അറിവിലോ പരിചയത്തിലോ ഉണ്ടാകുന്നെങ്കിൽ അതുകൂടെ പരിചയപ്പെടുത്തണമെന്നും, അതിലേറെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മകൻ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് നമ്മളെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ അയൽവീട്ടിൽ നിന്നോ ഒരു പൊന്നുമോനെ ഒരു വിഷയത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ സ്വർഗത്തിലേക്ക് നടന്നു പോകാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം ഈ പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനുർ റഹീമായ മാലികുൽ മുലൂക്കായ കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ആമീൻ പറയൂ. അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നീ അവരെ സഹായിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ അവരെ സഹായിക്കണം തമ്പുരാനെ. ആരാരും സഹായിക്കാനില്ലാത്ത ഖബറിന്റെ കൂടിലിട്ടിൽ ഏകാന്തമായ ലോകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് നീ അവരെ സഹായിക്കണേ അല്ലാഹ്. ഖുർആനിനെയും ഖുർആനിന്റെ അഹ്ലുകാരെയും സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഖബറിന്റെ കൂടിലിട്ടിൽ ആ ശരീരങ്ങൾക്ക് നീ വെളിച്ചം നൽകണേ അല്ലാഹ്. പാമ്പുകളും തേളുകളും ചെതലുകളും തിന്ന് മത്സരിക്കാൻ വേണ്ടി വരുന്ന ഖബറിന്റെ ഏകാന്തതയിൽ അല്ലാഹുവേ, ഹാഫിളീങ്ങളുടെയും ആലിമീങ്ങളുടെയും ശരീരം ഖിയാമത്ത് നാളിൽ ഖബറിൽ അതുപോലെ നിലനിർത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് നബിയാണ്. നബി പറഞ്ഞതുപോലെ ഹാഫിളീങ്ങളെ സ്നേഹിച്ചു, സഹായിച്ചു, ആലിമീങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് അല്ലാഹുവേ, ചിതറിക്കാതെ പുഴകൾ തിന്നാതെ ശരീരങ്ങളായി അവരെയും അവരുടെ ഖബറുകളിൽ നിലനിർത്തണേ അല്ലാഹ്. ഓരോ മാസവും ഈ സ്ഥാപനത്തിലേക്ക് ചെറുതും വലുതുമായ സംഖ്യകൾ സംഭാവനകൾ നൽകുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ സ്വതകൾ നീ കബൂലാക്കണേ അല്ലാഹ്. വരാതിരിക്കുന്ന ജീവിതത്തിൽ മോശമായ മരണമോ അതോ 70ഓളം വരുന്ന പരീക്ഷണങ്ങളെയും ചെറിയ ചെറിയ സ്വതകൾ തടയുമെന്ന് പൊന്നുനബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് രക്ഷിതാക്കളും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. അല്ലാഹുവേ, ദുനിയാവിന്റെ ആഖിറത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഓരോ മാസവും ഈ മക്കളുടെ ഭക്ഷണത്തിലേക്ക് ഒരു ചാക്ക് അരിക്ക് വേണ്ടി 2000 രൂപ സംഭാവന നൽകുന്നവരുണ്ട്, 1000ഉം 500ഉം സംഭാവന നൽകുന്നവരുണ്ട്. അവരുടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ചാവക്കാട് ഭാഗത്തുള്ള ഒരു കുടുംബത്തിന്റെ കെയറോഫിനായി എല്ലാ മാസവും 2500 രൂപ ഒരു ചാക്ക് അരിയുടെ വക പൈസ കണക്കാക്കി നൽകുന്ന കുടുംബങ്ങളുണ്ട്. അറബി കുടുംബത്തെയും ആ ചാവക്കാട് ഭാഗത്തുള്ള കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഖൈറിലാക്കണേ അല്ലാഹ്. വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. 3 ചാക്ക് അരിയും അതുപോലെ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ഇന്ന് സ്ഥാപനത്തിലേക്ക് നൽകിയ പ്രിയപ്പെട്ട യാക്കൂബ് ഹാജി കഴിഞ്ഞ വർഷവും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഭക്ഷണം ഏറ്റെടുത്ത ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അല്ലാഹുവേ, സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. സ്വർഗീയ അമലുകാരിൽ അവരെയും ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ലോകത്തോട് നിങ്ങൾ വിട പറയുമ്പോൾ കൽബകത്ത് ഈമാനിക വെളിച്ചവും നാവിൻതമ്പത്തിൽ ആയിരാവില്ലമായി ഹബീബായ പൊന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ബോധനം കൊണ്ട് ഈമാനോടുകൂടെ റാഹത്തായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പഴയ കാലത്ത് ഈ പള്ളിക്ക് വേണ്ടി 10 സെന്റ് സ്ഥലം വഖഫായി നൽകിയ മൊയ്‌ലീൻകുട്ടി ഹാജി ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, ഈ മജ്‌ലിസ് കാണിച്ചു കൊടുത്ത് ആ ഉപ്പാക്ക് ഖബറിൽ സമാധാനം നൽകണേ അല്ലാഹ്. ആ ഖബറിൽ നീ പ്രകാശം നൽകണേ അല്ലാഹ്. ആ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ, കഴിഞ്ഞ ആഴ്ച ഈ നാട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഷീർക്ക, അവരുടെ കുടുംബം ഇന്ന് സ്വതക്ക നൽകിയിട്ടുണ്ട്. റബ്ബേ, അവരെ സ്വർഗമാക്കണം അല്ലാഹ്. അവരെ വിശാലമാക്കണേ അല്ലാഹ്. അവസാനത്തിന്റെ സുഖലോക സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ പലരും ഈ മക്കളുടെ രക്ഷിതാക്കളാണ്, അവരുടെ കുടുംബങ്ങളാണ്. മണിക്കൂറുകളോളം വാഹനത്തിൽ യാത്ര ചെയ്ത് മണിക്കൂറുകളോളം ഈ
മക്കളില്ലാത്തവർക്കല്ലേ അതിന്റെ വേദന അറിയോ? അല്ലാഹുവേ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടിയുടെ മുഴുവൻ ചെലവും 60,000 രൂപ ഏറ്റെടുത്ത, അതേപോലെ തന്നെ ഈ മക്കൾക്ക് പഠിക്കാൻ 4 കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ പൈസ സംഭാവന നൽകിയ 50,000 രൂപ ചെലവഴിച്ചുകൊണ്ട് അല്ലാഹുവേ ഇവിടേക്ക് ഫിൽറ്റർ സംഭാവന നൽകിയ ഞങ്ങളെ പ്രിയപ്പെട്ട റിയാസിന്റെ 13 വയസ്സായ പൊന്നമോൻ കഴിഞ്ഞ റമദാനിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ അല്ലാ. ഹിഫ്ദ് പഠിക്കുന്ന ഈ മക്കളുടെ പ്രായമാണ്. വലിയ താല്പര്യമുള്ള പൊന്നമോനായിരുന്നു. 13 വയസ്സിൽ 29 ദിവസം ഉപ്പാട് കൂടെ തറാവീഹിന് വേണ്ടി പള്ളിയിൽ പോയ പൊന്നമോനാണ്. സ്വർഗ്ഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഏതൊരു മാതാപിതാക്കൾക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്നത് വലിയ പ്രയാസമാണ്. റബ്ബേ, ഞങ്ങളെ മക്കളെ പെട്ടെന്ന് മരിപ്പിക്കരുത് അല്ലാ. ഞങ്ങളെ മരിപ്പിച്ച ഞങ്ങളെ ഭാര്യമാരെ പെട്ടെന്ന് വിധവകളാക്കരുത് റഹ്മാനേ. പടച്ചവനെ, മാതാപിതാക്കളാകുന്ന ഞങ്ങളെ പെട്ടെന്ന് നീ തിരിച്ചു പിടിച്ച് ഞങ്ങളെ മക്കളെ യതീമാക്കരുത് അല്ലാ. ആപ്പാന്റെ സ്നേഹവും സുഖവും സന്തോഷം കിട്ടാത്ത മക്കളും ഈ കൂട്ടത്തിലിട്ട് അല്ലാഹുവേ, ആ മക്കളൊക്കെ ബറക്കത്ത് കൊണ്ട്, ഈ ഖുർആനിന്റെ മുഅ്ജിസത്ത് കൊണ്ട്, ഇവിടുത്തെ ഉസ്താദുമാരുടെ സേവനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഖുർആനിലെയും ഖുർആനിന്റെ അമലുകളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാര് അവരൊക്കെ ആമീൻ പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ വന്ന ഒരാളെയും നീ വെറുതെ ആക്കരുതേ അല്ലാ. ഇങ്ങോട്ട് നടന്നു വന്ന ഓരോ നടത്തവും തിരിച്ച് വീട്ടിലേക്കുള്ള നടത്തവും സ്വർഗത്തിലേക്കുള്ള നടത്തമാക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. ഈ നാട്ടിലുള്ള സഹോദരിമാരും ഈ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ഞങ്ങളെ ഉമ്മമാര്, സഹോദരിമാര്, അനുജത്തിമാര്, ഭാര്യമാര് പാവങ്ങളാണ്. പകലന്തിയോളം നിങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി, ഞങ്ങളെ വസ്ത്രം വൃത്തിയാക്കി, ഞങ്ങളെ വീടും പരിസരമൊക്കെ നോക്കിക്കൊണ്ട് നടന്ന് ഞങ്ങളെ മക്കളെ നോക്കുന്ന റബ്ബേ, ജീവിതത്തിന്റെ സകല സമയവും ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാ പാവങ്ങളാ. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. പല പാവങ്ങളാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശമനം നൽകണേ അല്ലാ. ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരിമാര് ഉസ്താദേ, ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് റബ്ബേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടി യാചിക്കുകയാണ്. ഇവിടെ ആമീൻ പറയാൻ പറ്റിയ മക്കളുണ്ടല്ലോ, 22 ഹാഫിളുകളുണ്ടല്ലോ. ഈ ഖുർആൻ നിന്റെ മുമ്പിൽ വെച്ച് നിന്നോട് നിന്റെ പള്ളിയിൽ വെച്ച് നിങ്ങൾ യാചിക്കുകയാണ്. റബ്ബേ, നൂറുകണക്കിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആക്കാൻ പറഞ്ഞ ഉമ്മമാര് ഉപ്പമാര് ഈ കൂട്ടത്തിലുണ്ട്. സ്വീകരിക്കണേ അല്ലാ. ഒരാളെയും നീ വെറുതെ ആക്കരുതേ റഹ്മാനേ. ഈ സ്ഥാപനത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഈ സ്ഥാപനത്തെ നീ വളർത്തണേ റഹ്മാനേ. ഈ സ്ഥാപനത്തെ നീ ഉയർത്തണേ റഹ്മാനേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ആരെല്ലാം ഏതെല്ലാം രീതിയിൽ സഹായിക്കുന്നുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് സമയം വഴിക്കുന്നതിലൊന്നും ആർക്കും ഒരു വിഷമവും പ്രയാസമൊന്നും തോന്നരുത്. നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ്, ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണ പാർട്ടിയാവുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യാൻ, അത് കൊണ്ടേ കൊടുക്കാനോ വളർത്തി കൊടുക്കാനോ ഒക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഇതിന്റെ സംഘാടകരും ഇതിന്റെ പ്രവർത്തകരും ഒക്കെ നമ്മൾ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ബീഫ് ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ അത് സപ്ലൈ ചെയ്യാൻ, അത് വിജയിപ്പിക്കാൻ, മറ്റ് എല്ലാ വിഷയങ്ങളും ഇടപെടാൻ കമ്മിറ്റിക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നൊന്നുമില്ല. ഇതിന്റെ എല്ലാ പ്രവർത്തകരും ഇതിന്റെ ഹാദിമീങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പരിപാടി അല്പം വൈകിപ്പോയാൽ നമ്മുടെ മക്കളുടെ പരിപാടിയല്ലേ, ആ ഒരു സന്തോഷം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് നിഅമത്തായി തന്നിട്ടുള്ള സമയത്തെ കുറിച്ച് അല്ലാഹു നാളെ അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ച ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടമാവുകയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഖത്മുൽ ഖുർആൻ പാരായണവും സമർപ്പണവും വേദിയിൽ അണിനിരന്നു. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും അതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. ആദ്യമായി അൽ-ഹാഫിദ് മുഹമ്മദ് അമീൻ ബിൻ മൊഹീദ്ദീൻ കുട്ടി കോട്ടക്കൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبلغهم سيئات ما عملوا وهاك بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلك بأنكم تهتدوا بآيات الله عزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن